കേരള തീരത്ത് ചരക്ക് കപ്പൽ MSC എൽസ മുങ്ങിയ സംഭവത്തിൽ ഇന്ത്യയിൽ തുടരുന്ന കപ്പലിലെ ജീവനക്കാർ ഹൈക്കോടതിയെ സമീപിച്ചു. നാട്ടിലേക്ക് മടങ്ങാൻ അനുമതി തേടിയാണ് ഹർജി കൊടുത്തിരിക്കുന്നത്. കഴിഞ്ഞ വർഷം മെയ്യിൽ അപകടത്തിൽപ്പെട്ട കപ്പലിലെ ക്യാപ്റ്റൻ ഉൾപ്പെടെ വിദേശ ജീവനക്കാരാണ് ഹർജി കൊടുത്തിരിക്കുന്നത്. അവർക്ക് നാട്ടിലേക്ക് പോകണം. വിപിൻ സി വിജയൻ ചോദിക്കുന്നു, അവർക്ക് നാട്ടിൽ പോകാനുള്ള തടസ്സം എന്താണ് വിപിൻ? അതൊരു ക്രിമിനൽ കേസായിട്ടാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കടൽ മലിനമാക്കി എന്നുള്ള ഉൾപ്പെടെയുള്ളവ ചേർത്തുകൊണ്ടായിരുന്നു അന്ന് ക്രിമിനൽ കേസ് എടുത്തത്. അപ്പോൾ അതിലെ മാസ്റ്റർ ഉൾപ്പെടെ അന്ന് ആ കപ്പലിൽ ഉണ്ടായിരുന്ന ഈ 11 പേരെയും ഇവിടെ തടഞ്ഞു വെച്ചിരിക്കുകയായിരുന്നു. അവർ ഇപ്പോൾ തിരിച്ച് നാട്ടിലേക്ക് പോകണം എന്നുള്ള ആവശ്യവുമായാണ് കേരള ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ഇവർ പറയുന്നത് ഈ കപ്പലിലെ മാസ്റ്റർക്കെതിരെ മാത്രമാണ് ഈ കേസ് എടുത്തിരിക്കുന്നത്, മറ്റുള്ളവർക്കെതിരെ കേസില്ല. അതുകൊണ്ട് തന്നെ മറ്റുള്ള ഈ 7 പേരാണ് ഇനിയിപ്പോൾ ഇവിടെ കേരളത്തിലുള്ളത്. ഇവർക്ക് കൂടി തിരിച്ചു പോകാനുള്ള ഒരു അവസരമുണ്ടാകണം. അതിന് കോടതിയുടെ ഭാഗത്ത് അനുകൂലമായിട്ടുള്ള ഒരു നടപടി ഉണ്ടാവണം. പാസ്പോർട്ട് തിരിച്ചു കിട്ടണം എന്നുള്ള ആവശ്യമാണ്. ഇന്ത്യ അനാവശ്യമായി തടഞ്ഞു വെച്ചിരിക്കുന്നു എന്നുള്ളത് കൂടിയാണ് ഈ ഹർജിയിൽ പറയുന്നത്. ഈ ഹർജി പരിഗണിച്ചതിന് ശേഷം കേരള സർക്കാരുകളോട് അവരുടെ വിശദീകരണം ചോദിച്ചിരിക്കുകയാണ് കോടതി. മെയ് 29-ന് വീണ്ടും ഈ കേസ് പരിഗണിക്കുകയും ചെയ്യും. കഴിഞ്ഞ വർഷം മെയ് 25-നായിരുന്നു MSC എൽസ 3 എന്നുള്ള ചരക്ക് കപ്പൽ കേരളത്തിന്റെ തീരത്ത്, കൊച്ചിയിലെ തീരത്ത് അത് കടലിലേക്ക് മറഞ്ഞത്. പിന്നീട് അതിന് ശേഷം ആ കണ്ടെയ്നറുകൾ വലിയ രീതിയിലുള്ള പരിസ്ഥിതി മലിനീകരണം, കടലിൽ വലിയ മലിനീകരണം ഉണ്ടാക്കുന്നു എന്നുള്ളതൊക്കെ വലിയ വാർത്തയും അതിനെതിരെ തന്നെ നിരവധി കേസുകളും ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ പോലും അതിൻ്റെ ആശങ്ക പൂർണ്ണമായി ഒഴിഞ്ഞു എന്ന് പറയാൻ പറ്റില്ല. കാരണം കടൽ പ്രക്ഷുബ്ധമാവുമ്പോൾ ഒരു പക്ഷേ ഈ കണ്ടെയ്നറുകളിൽ നിന്നുള്ള മറ്റ് രാസവസ്തുക്കളൊക്കെ കടലിൽ ചേരുമൊക്കെ എന്നുള്ള ആശങ്ക നിലനിൽക്കുന്ന ഒരു ഘട്ടം കൂടിയാണ്. പക്ഷേ ഈ കപ്പൽ ഇപ്പോഴും ഉയർത്താൻ പോലും ആ കമ്പനിക്ക് താല്പര്യമില്ല എന്നുള്ളത് കൂടി ഈ ഘട്ടത്തിൽ നമ്മൾ ഓർക്കണം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് റഷ്യ, അതുപോലെ തന്നെ ഉക്രൈൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലെ ഈ ജീവനക്കാർ അവർക്ക് തിരിച്ച് നാട്ടിലേക്ക് പോകണം എന്നുള്ള ആവശ്യവുമായി ഹൈക്കോടതിയുടെ മുൻപിലേക്ക് എത്തിയിരിക്കുന്നത്. SK ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.